കമന്റുകൾ പലതും കമന്റ് അത് ഞാൻ കണ്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ബാസിന്റെ ഡാഡി മമ്മി ആയിട്ട് ഒരു പ്രോഗ്രാമിന് വന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ സിനിമയ്ക്കൊക്കെ ഒരുമിച്ചാ വന്നു. ഞാൻ കണ്ടത് അത് മമ്മി എനിക്ക് കല്യാണം വീണ്ടും മാട്രിമോണിയിൽ ഇട്ടിരുന്നേ. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എല്ലാം ഞാൻ നിർത്ത്, പ്രേമിക്കുന്നോണ്ട് വല്ല കുഴപ്പം വേണ്ട 2-3 മാസത്തേക്ക് പ്രേമം വേണ്ടേ വേണ്ട. പ്രത്യേകിച്ച് ചേട്ടൻ പെട്ടെന്ന് ചകിലാക്കും, അതാണ് പ്രശ്നം. എനിക്ക് ഇമോഷണലി പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറെ കാലത്തിന് ശേഷം ഇന്നാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞില്ലേ, എല്ലാം ഞാൻ കൺട്രോൾ. അല്ല അത് വേണം. ഷൈനൊക്കെ ഒത്തിരി അനുഭവിച്ചു. ഷൈനെ വെച്ച് ഒത്തിരി പേര് മുതലാക്കി. ഷൈൻ അതിന് നിന്ന് കൊടുത്തു. അല്ല ഞാൻ പറയട്ടെ, ഷൈൻ നിന്ന് കൊടുത്തു. ഷൈൻ നിന്ന് കൊടുക്കുന്നത് എന്താണ്? ഷൈൻ എല്ലാവരും സ്നേഹിക്കുന്നു. നമ്മൾ അല്ല നെല്ലും അതിനും തിരിച്ചറിയുന്ന പഴയ കാരണവന്മാര് പറയാറുണ്ട്. അത് നമ്മൾക്കൊന്നും കഴിയുന്നില്ലാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ, ഇവര് എന്നെ വെച്ച് മുതലാക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റും കൂടി അവരങ്ങനെ റീച്ചാക്കി തന്നാൽ മനസ്സിലായ. ഇപ്പൊ ഈ ബസൂഖിയാണെങ്കിലും ഗുഡ് ബാഡ് അഗ്ലി ആണെങ്കിലും നമ്മുടെ ആലപ്പുഴ ജിംകാരൻ 3 പടങ്ങൾ ആ സമയത്ത് റിലീസ്. ഇതിനെ കുറിച്ച് ഇപ്പൊ ഇവന്റെ കാര്യമാണെങ്കിലും അതിനെ കുറിച്ചൊന്നും ചർച്ചയില്ല. ഒന്നും ചർച്ചയിലേക്ക് വന്നില്ല. ചർച്ച ചെയ്യുന്നതൊക്കെ അനാവശ്യമായ, അത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ, ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണോ, ഉണ്ടായ കാര്യങ്ങളാണോ ഒന്നുമല്ല. അതൊന്നും ഒരു തരത്തിലൊരു സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഒരാൾക്കും എന്ത് സുന്നാവാന്ന് പറഞ്ഞു അതൊന്നും ചുമ്മാതാവില്ല. ഒരാൾ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് അത് അത് മോശം രീതിയിലാണ് ഒരു നാടിനെയോ നാട്ടുകാരെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് ചുമ്മാതെ വിടില്ല. അയാളെ ഈ സുന്നാമാവന്റെ മനസ്സിലല്ലേ. കൃത്യമാണ്. എന്തായാലും മമ്മി സന്തോഷമായിട്ടിരിക്കുക. അല്ല, എനിക്ക് ചെറിയ ചെറിയ പ്രതികാരങ്ങൾ അങ്ങനത്തെ ഉള്ളൂ. ലിറ്ററലി ഞാൻ പറഞ്ഞപ്പോ ആദ്യം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാക്കുന്നുണ്ട്. കാണുമ്പോൾ കുറെ പേർക്ക് മനസ്സിലാവും. പ്രതികാരങ്ങളൊന്നും ഒന്നുമല്ല. പ്രതികാരങ്ങളല്ല, ഹെൽത്തി കോമ്പറ്റീഷൻസ്. അവരും കോമ്പറ്റ് ചെയ്യുന്നു. എന്നാൽ TRP കൂട്ടാൻ ഞാനും കോമ്പറ്റ് ചെയ്യുന്നു. നമ്മുടെ TRP കൂട്ടാൻ. അതെ, അതാണ് സത്യം. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചെടുത്ത സിനിമ ഏഞ്ചൽ 60. ഡാഡി പ്രൊഡ്യൂസറായി. ഡാഡി അത് ആവണ്ട വന്നതാണ്, സാഹചര്യത്തിലായതാണ്. എനിക്കറിയാവുന്ന കഥയായിട്ട്. കാരണം ഡാഡി കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആണ് സോജൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ആയിട്ട്. ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെ കണ്ടിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊരു അംഗത്തിനെ പോലെയാണ് കാണുന്നത്. ഡാഡി പുള്ളി കാണുന്നത് ഡാഡിയിലെ അപ്പനെ പോലെയാണ്. അപ്പൊ അവര് തമ്മിലുള്ള ടൈംസിലാണ് അത് ഡാഡി ഏറ്റെടുത്തത്. അത് അത്യാവശ്യം നന്നായി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യണ്ടേ. അത് ആരാണെങ്കിലും, ഡാഡി ആണെങ്കിലും മമ്മി ആണെങ്കിലും സോദനാണെങ്കിലും ഞാനാണെങ്കിലും ജോക്കൂട്ടനാണെങ്കിലും നിങ്ങളാണെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പകുതിയെ ദൈവം ചെയ്യും ഉണ്ടാവുള്ളൂ, ബാക്കി നമ്മൾ ഉണ്ടാക്കണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.